വചനമൊഴി ജൂലൈ 17. വചനഭാഗം റോമ 11:1-10, മർക്കോസിന്റെ സുവിശേഷം 10:46-52. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അവർ ജെറീക്കോയിലെത്തി. ഈശോ ശിഷ്യരോടും വലിയ ഒരു ജനാവലിയോടും കൂടെ ജെറീക്കോ വിട്ടുപോകുമ്പോൾ തിമേയൂസിന്റെ പുത്രനായ ബർത്തിമേയൂസ് എന്ന അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. നസ്രായനായ ഈശോയാണ് പോകുന്നതെന്ന് കേട്ടപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങി, ദാവീദിന്റെ പുത്രനായ ഈശോയെ, എന്നിൽ കനിയണമേ. നിശബ്ദനായിരിക്കാൻ പലരും അവനെ ശാസിച്ചു. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടിരുന്നു, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. ഈശോ നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യത്തോടെ ഇരിക്കൂ, എഴുന്നേൽക്കുക, ഈശോ നിന്നെ വിളിക്കുന്നു. അവൻ തന്റെ പുറംകുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടിക്കൊണ്ട് ഈശോയുടെ അടുത്തെത്തി. ഈശോ അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധൻ അവനോട് പറഞ്ഞു, ഗുരു, എനിക്ക് കാഴ്ച വീണ്ടു കിട്ടണം. ഈശോ പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തക്ഷണം അവന് കാഴ്ച ലഭിക്കുകയും വഴിയിൽ അവനെ അനുഗമിക്കുകയും ചെയ്തു. ഈശോയിൽ സ്നേഹമുള്ളവരെ, സുവിശേഷത്തിൽ നാം കാണുന്നത് കാഴ്ച നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെയാണ്. കാഴ്ച നഷ്ടപ്പെട്ട് അന്ധനായി കഴിഞ്ഞിരുന്ന ആ മനുഷ്യൻ ഈശോയെ കുറിച്ച് കേട്ടപ്പോൾ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. കർത്താവിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് കാഴ്ച വീണ്ടും ലഭിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെയാണ് നാം സുവിശേഷത്തിൽ കാണുന്നത്. ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും കാഴ്ച നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ നമുക്കുമുണ്ടാകാം. കാഴ്ച നഷ്ടപ്പെട്ട് അന്ധകാരത്തിൽ കഴിയുമ്പോൾ ലോകത്തിന്റെ പ്രകാശമായ മിശിഹായെ വിളിച്ചപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. മിശിഹായെ വിളിച്ചപേക്ഷിച്ച് അവിടുത്തെ പിന്തുടരുവാൻ, അവിടുത്തെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ പല വിധത്തിലുള്ള തടസ്സങ്ങൾ നേരിടാം. ഇവിടെയും അന്ധനായ മനുഷ്യനെ പലരും ശാസിക്കുന്നുണ്ട്, പലരും തടസ്സപ്പെടുത്തുന്നുണ്ട്. എങ്കിലും ഹൃദയത്തിൽ നിന്ന് തീക്ഷ്ണമായ ആഗ്രഹത്തോടെ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുന്ന അന്ധനായ മനുഷ്യന് കാഴ്ച വീണ്ടുകെട്ടുകയാണ്. പ്രതികൂല സാഹചര്യങ്ങളെ പരിഗണിക്കാതെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുവാനും കർത്താവിന്റെ വചനം കേൾക്കുവാനും കർത്താവിന്റെ വിളി ശ്രവിക്കുവാനും അവിടുത്തെ പക്കലേക്ക് ഓടി ചെല്ലുവാനും നമുക്ക് സാധിക്കണം. കർത്താവ് പറയുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പൂർണ്ണമായ വിശ്വാസത്തോടെ, ഹൃദയത്തിൽ തീക്ഷ്ണമായ ആഗ്രഹത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുവാനും അവിടുത്തെ വചനം ശ്രവിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ആത്മീയ അന്ധതയിൽ നിന്ന് പുറത്തു വരുവാൻ, പ്രകാശം കാണുവാൻ, കാഴ്ച വീണ്ടും ലഭിക്കുവാൻ നമുക്ക് കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.